നമസ്കാരം. രാജ്യസഭയിൽ ഭരണഘടനാ ചർച്ചയ്ക്കിടെ അംബേദ്കറെ-കുറിച്ചുള്ള അമിത്ഷായുടെ പരാമർശത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ വിമർശിച്ചിരുന്നു. അംബേദ്കറെ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ അർദ്ധരാത്രിയോടെ ഷായെ പുറത്താക്കണമെന്നും ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ഇതിന് മറുപടിയായി അമിത്ഷാ ഖാർഗെ പരിഹസിച്ചത് നമ്മൾ വാർത്തകളിലൂടെ കണ്ടതാണ്. ഞാൻ രാജിവെച്ചാലും അടുത്ത 15 വർഷത്തേക്ക് കോൺഗ്രസ് പ്രതിപക്ഷത്ത് തുടരുമെന്നായിരുന്നു ഷാ പരിഹസിച്ചത്. തന്നെ രാജി കൊണ്ട് കോൺഗ്രസ് പാർട്ടിയുടെ വിധയിൽ ഒരു മാറ്റവും വരില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ കോൺഗ്രസിന്റെ വാ അടപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. വർഷങ്ങളായി അംബേദ്കറിനെ അവഹേളിക്കുന്ന ദ്രവിച്ച സംവിധാനമാണ് കോൺഗ്രസ് എന്ന് പ്രധാനമന്ത്രി തുറന്നടിച്ചു. കഴിഞ്ഞ ദിവസം രാജ്യസഭയിൽ നടത്തിയ പ്രസംഗത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഭരണഘടനാ ശില്പിയായ അംബേദ്കറെ അപമാനിച്ചു എന്നാരോപിച്ച് കോൺഗ്രസ് ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. അമിത്ഷാ രാജിവെക്കണമെന്നാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത്. എന്നാൽ അംബേദ്കറിന്റെ പാരമ്പര്യത്തെ താറടിക്കാനുള്ള എല്ലാ വൃത്തികെട്ട തന്ത്രങ്ങളും വർഷങ്ങളായി പയറ്റുന്നത് കോൺഗ്രസ് പാർട്ടിയാണെന്നും കോൺഗ്രസ് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ അവഹേളിക്കുന്ന പാർട്ടിയാണെന്നും പ്രധാനമന്ത്രി കുറ്റപ്പെടുത്തി. വർഷങ്ങളായി ഡോക്ടർ അംബേദ്കർക്കെതിരെ കോൺഗ്രസും അവരുടെ ചീഞ്ഞളിഞ്ഞ സംവിധാനങ്ങൾ നടത്തുന്ന ദുർപ്രവർത്തികളും അവഹേളനങ്ങളും മറച്ചുവെക്കാനാണ് എന്നാണ് കരുതുന്നതെങ്കിൽ അവർക്ക് തെറ്റി. കോൺഗ്രസ് അംബേദ്കറിന് ഭാരതരത്ന നിഷേധിക്കുക മാത്രമല്ല ചെയ്തത്, മറിച്ച് അദ്ദേഹത്തെ 2 തവണ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിക്കുകയുമുണ്ടായി എന്നാണ് മോദി വ്യക്തമാക്കുന്നത്. പണ്ഡിറ്റ് നെഹ്റു തിരഞ്ഞെടുപ്പിൽ അംബേദ്കറിനെതിരെ പ്രചാരണം നടത്തി. അദ്ദേഹത്തിന് അംബേദ്കറിനെ തോൽപ്പിക്കുക എന്നത് അഭിമാന പ്രശ്നമായിരുന്നു. അദ്ദേഹത്തിന് ഭാരതരത്ന കൊടുത്തില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ ചിത്രത്തിന് പാർലമെന്റ് സെൻട്രൽ ഹാളിൽ ഒരിടം കൊടുക്കാനും അവർ തയ്യാറായില്ല. പ്രധാനമന്ത്രി ഇങ്ങനെയാണ് അവരെ കുറ്റപ്പെടുത്തിയത്. ഭരണഘടനയുടെ 75ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി രാജ്യസഭയിൽ സംസാരിക്കവെയാണ് കഴിഞ്ഞ ദിവസം അമിത്ഷാ വിവാദ പരാമർശം നടത്തിയത്. അംബേദ്കർ എന്ന് പറയുന്നത് ഇപ്പോഴൊരു ഫാഷനായി മാറിയിരിക്കുകയാണ്. അത്രയും തവണ ദൈവനാമം പറഞ്ഞിരുന്നെങ്കിൽ അവർക്ക് സ്വർഗത്തിൽ ഒരിടം ലഭിച്ചേനെ എന്നാണ് അമിത്ഷാ പറഞ്ഞത്. അതേസമയം കോൺഗ്രസ് ഇതിന് ആവശ്യമില്ലാത്ത രീതിയിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണെന്ന ആരോപണമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നത്. കൂടാതെ പ്രിയങ്കയും രാഹുലും ഓരോ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയുന്നത് പോലെ അല്ല ഇതെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ കോൺഗ്രസിനെ ചിലർ ഓർമ്മിപ്പിക്കുന്നുമുണ്ട്. മനുസ്മൃതി പിന്തുടരുന്ന ആളുകൾക്ക് അംബേദ്കർ ഒരു ബുദ്ധിമുട്ടായിരിക്കുമെന്നാണ് അമിത്ഷായുടെ വാക്കുകളോട് രാഹുൽ ഗാന്ധി പ്രതികരിച്ചത്. അംബേദ്കറോട് അമിത്ഷായുടെ അവഹേളനം തെളിയിക്കുന്നത് BJPയും RSSും ത്രിവർണ പതാകയ്ക്കും അശോക ചക്രത്തിനും എതിരാണെന്നാണ് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ കുറ്റപ്പെടുത്തിയത്. എന്നാൽ ഇതിനെതിരെയും ഇപ്പോൾ ശക്തമായ ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. ഭരണഘടന എന്തെന്ന് പോലും മനസ്സിലാവാത്ത നേതാക്കൾക്ക് അമിത്ഷാ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന വിലയിരുത്തപ്പെടലുകളാണ് ഉയരുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyothis Building Promoters Private Limited, Thiruvananthapuram.